അഭയം തേടി വാടക വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് അഭയം തേടി കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റ് മുമ്പിൽ എത്തിയ അമ്മയും മകനും എത്തിയ കഥ നമ്മൾ ഇന്നലെ മാതൃഭൂമി ന്യൂസിലൂടെ നമ്മൾ അറിയിച്ചിരുന്നു. പിന്നീട് സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലുണ്ടായി. കുന്നമംഗലം സ്വദേശിയായ മുഹസിൻ അദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ആ കുടുംബത്തെ കൊണ്ടുപോയി. ഇപ്പോൾ ആ വീട്ടിലാണുള്ളത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതായത് ജില്ലാ ഭരണകൂടവും ADM ഉൾപ്പെടെയുള്ളവർ ഇന്ന് പ്രാഥമികമായി ഒരു കൂടിയാലോചന നടത്തും. സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവർക്കൊരു ഷെൽട്ടർ നൽകാൻ കഴിയും. ഇവർക്ക് അമ്മയും മകനും അവരുടെ കൂടെയുള്ള ആടുകളുമൊക്കെ ഉണ്ട്. 5-6 ആടുകളുണ്ട്. ഇവർക്കൊക്കെ ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഇവരിവിടെ എത്തിയിരുന്നു. പല ഉദ്യോഗസ്ഥരെയുമായി കാണാൻ ശ്രമിച്ചിരുന്നു. അവർക്കൊക്കെ കൈയൊഴിയുകയായിരുന്നു. അതായത് ഇവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സർക്കാർ സംവിധാനത്തിൽ അങ്ങനെ ഒരു ഇടം ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അങ്ങനെയാണ് കുടുംബം രാത്രി വൈകുന്നത് വരെ കളക്ടറേറ്റിന് മുമ്പിൽ എത്തിയതും. മാതൃഭൂമി ന്യൂസ് ഇവിടെ എത്തി. അത് അങ്ങനെ ഒരു കുടുംബം അമ്മയും മകനും അങ്ങനെ തെരുവിൽ അല്ലെങ്കിൽ ഈ കളക്ടറേറ്റ് മുമ്പിൽ രാത്രിയിൽ എത്തിപ്പെട്ട സാഹചര്യമുണ്ട് എന്ന് നമ്മൾ അറിയിക്കുകയും ചെയ്ത് അങ്ങനെ സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലുണ്ടാകുന്നത് പല സഹായങ്ങളും പല ഭാഗത്തുനിന്നും ആളുകൾ വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്നലെ തൽക്കാലം രാത്രി കുന്നമംഗലത്തുള്ള സുഹൃത്തിൻ്റെ മുഹസിൻ്റെ വീട്ടിലേക്ക് മാറി. ഇന്ന് രാവിലെയോടുകൂടി തന്നെ അവർ വീണ്ടും അവർക്കങ്ങനെ തൽക്കാലം ആളുകളെ വീട്ടിൽ താമസിക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത്. അനീതിക്ക് തുടർച്ചയായി ഇരയാക്കപ്പെട്ട കുടുംബമാണ്. സ്വന്തം മകൾ 13-14 വയസ്സുള്ള മകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു. അത് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നാണ് പീഡനമേറ്റത്. ആ കേസ് പോലീസിൻ്റെ സഹായത്തോടുകൂടി തേച്ചു മായ്ച്ചു കളഞ്ഞു. ഒപ്പം തന്നെ പോലീസിൻ്റെ കൂടി അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവരെ കുടുംബത്തെ മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ആക്ഷേപത്തിനൊടുവിൽ ആ പെൺകുട്ടി 21-ലാണ് ഈ പീഡന കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. 22-ൽ ആ പെൺകുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ പലതവണ നീതി നിഷേധത്തിന് ഇരയാക്കപ്പെട്ട ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സമൂഹത്തിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഇവർക്ക് ഒരു അഭയം, സുരക്ഷിതമായ ഒരു സ്ഥിരം അഭയ കേന്ദ്രം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഒരു ഗതിയുമില്ലാതെയാണ് ഇന്നലെ രാത്രി അവർ കളക്ടറേറ്റിന് മുമ്പിൽ ആടുകളുമൊക്കെയായി സ്വന്തം മകനുമൊക്കെയായി എത്തിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് അതിനുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതുവരെ അവർ കളക്ടറേറ്റിന് മുമ്പിൽ ഉണ്ടാകും. വൈകാതെ തന്നെ അവർ ഇവിടെ എത്തുമെന്നാണ് അവരുടെ കുടുംബം ഇന്നലെ പോകുമ്പോൾ ആ അമ്മയും മകനുമൊക്കെ വ്യക്തമാക്കിയത്. ഈ ഉമ്മയുടെയും മകന്റെയും പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരമുണ്ടാകണം. ഇന്ന് അതിന്മേൽ ചർച്ചയുണ്ടാകട്ടെ. അതിൽ കാര്യങ്ങൾ എത്രയും വേഗം തന്നെ അതിൽ കൃത്യമായൊരു നടപടി അധികൃതർക്ക് എടുക്കാനും സാധിക്കട്ടെ.